വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്, അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിന്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല. ഞാനേ ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് വിശദീകരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ട് വന്നതാണ്. കഴിയുമെന്ന് വിചാരിക്കുന്നു. സുഹൃത്തുക്കളെ, വേടനെ പറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ പ്രശ്നം, താൻ ഏകദേശം ഒരു 10-14 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷെ വേടൻ കിടക്കേണ്ടി വന്നില്ല. ഒന്ന് ഇയാളെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്താ പറയുക, ഈ മയക്കുമരുന്നിന്റെ കേസാണ്. വേടന്റെ മയക്കുമരുന്ന് കേസ് എങ്ങനെയാണ്? ഏകദേശം 6 ഗ്രാമോ 4 ഗ്രാമോ എങ്ങാണ്ടാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചത്, അല്ലെ? വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചത് അങ്ങനെ വളരെ കുറവായിരുന്നു. അങ്ങനെ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരം ഒരു കഞ്ചാവ് ആയിക്കോട്ടെ, മയക്കുമരുന്ന് അത്തരം സംഗതി പിടിക്കുകയാണെങ്കിൽ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാ. അതത്ര വലിയ മെനക്കെട്ട കേസൊന്നുമല്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിപ്പോരാവുന്ന കേസുള്ള അത്രയ്ക്ക് കുറച്ചളവിലുള്ള കഞ്ചാവാണ് വേടന്റെ വീട്ടിൽ നിന്ന്, വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചത്. രണ്ടാമത്തെ കേസ് സെക്ഷൽ പ്രശ്നങ്ങളായിരുന്നു. ഇദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന കേസുകളായിരുന്നു. അതും മുൻ കാമുകിയായിരുന്നു കേസ് കൊടുത്തത്. ആ മുൻ കാമുകി കൊടുത്ത കേസിൽ തീർച്ചയായിട്ടും ആ കാമുകിക്കെതിരെ വർത്തമാനം പറയുക, കാമുകിക്കെതിരെ വീഡിയോ ചെയ്യുക, കാമുകിയുടെ ഫോട്ടോ വെച്ചിട്ട് വീഡിയോ ചെയ്യുക, ഇവളാണ് എനിക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവരുടെ അഡ്രസ്സ് പറയുക, അവരുടെ വീട്ടുപേര് പറയുക, അവരുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുക എന്നീ പറയുന്ന വൃത്തികേടുകളൊന്നും വേടൻ ചെയ്തിട്ടില്ല. വേടനെതിരെ പറയുന്ന വൃത്തികെട്ട ഒരു ആരോപണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പീഡിപ്പിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ എന്നുള്ളതാണ്. ആ ഒരു പെൺകുട്ടിയെ, അതും ഡോക്ടറായിരുന്നു അത്രേ. അപ്പൊ കോടതി ചോദിക്കുന്നത് എപ്പോഴാണ് ഇത് പീഡിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്ന സമയത്ത്, പ്രണയ സമയത്താണ് പീഡിപ്പിച്ചതെന്ന് പറയുന്നു. കോടതി അപ്പൊ വീണ്ടും ചോദിച്ച കാര്യം, നിങ്ങൾ പ്രണയ സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായ ലൈംഗിക ബന്ധം പിന്നീട് പ്രണയം ഇല്ലാതിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പീഡനായിട്ട് മാറുന്നത് എന്നാണ് കോടതി ചോദിച്ചത്. മനസ്സിലായോ? പ്രണയ സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായ ലൈംഗിക ബന്ധം ഈ പ്രണയം ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് പീഡനമായി മാറുന്നത് എന്നായിരുന്നു കോടതി ഈ ഒരു വിഷയത്തെ അധികരിച്ച് ചോദിച്ചതെന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം എന്താണ്? നമ്മുടെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട്, രാഹുൽ മാങ്കൂട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ ഫോട്ടോ അടക്കം വെച്ചിട്ട് വീഡിയോ ചെയ്യുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുക, അവരെ ടാർണിഷ് ചെയ്യുക, അവരെ മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ആക്രമിക്കുന്ന പോലെയുള്ള വീഡിയോസ് ചെയ്യുക, അവരെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുക, അവരെ അഡ്രസ്സ് പബ്ലിഷ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരയ്ക്ക് കിട്ടേണ്ട സാമാന്യ നീതി പോലും കിട്ടിയിട്ടില്ലെന്നർത്ഥം. മറ്റിടത്ത് ആ ഇരയെ ശരിക്കും ഇര തന്നെയാണോ എന്ന് പറയുന്ന കൺഫ്യൂഷൻ പോലും ഉണ്ടായി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും അതങ്ങനെ പീഡനം നടത്തിയിട്ടുണ്ടെങ്കിൽ, വേടം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിലടക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇവനിപ്പോ വേടനാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വേടനെ കൂടി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒപ്പം നടന്നിട്ട് ആകെ കുടുങ്ങി മനക്കെട്ട് പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ഫ്രീ ആയി നടക്കുന്നുണ്ട്, ഇവനാച്ച ജയിലും. അപ്പൊ ഇനിയിപ്പോ വേടനെ കൂടി കൂട്ടുപിടിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. 16 ദിവസമാണ് ജയിലിൽ കിടന്നത്. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ്. ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അവരെ ഇവൻ പറഞ്ഞ വാക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു തീവ്ര എന്താ പറയാ വലതുപക്ഷ പെണ്ണുങ്ങള്, അങ്ങനെ പറയാം, പച്ചമലയാളത്തില് അവരാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് മെനക്കെടുത്തുക എന്നുള്ളതാണ്. വേടനെതിരെ ആയിക്കോട്ടെ, ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയിക്കോട്ടെ, ദിലീപിനെതിരെ ആയിക്കോട്ടെ, ഈ കേസുകളൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എല്ലാ ആണുങ്ങൾക്ക് വേണ്ടി പോട്ടു ഈ ബസ്സിൽ എങ്ങാണ്ട് തന്റെ സുന പിടിച്ചിട്ട് ഏതൊരു പെണ്ണിനെ കാണിച്ചു കൊടുത്ത് അവനെ പോലും മാലയിട്ട് സ്വീകരിച്ചൊരു മഹാനാണ് ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. ബാക്കി കേട്ടോളൂ. പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം. പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ്. നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരി തേക്കാനാണ്. അവർക്ക് എന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ, അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നു എന്നല്ല, ഞാൻ പൊളിച്ചു കളയുന്നോണ്ടാണ്. നീ കുത്തിപ്പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥം വ്യാഖ്യാനി. അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ, അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം. വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട്. അപ്പൊ എന്തായാലും ഇവൻ പറയുന്നത് ഈ ഫെമിനിസ്റ്റുകളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാത്തരം നരേറ്റീവ്സിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ.
വേടനെതിരെയുള്ള കേസുകൾ പോലും വലിയ രീതിയിൽ വേടൻ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ടില്ല. പിന്നെ തന്നെ എന്തിനാണ് ജയിലിലിട്ട് എന്നാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് മനസ്സിലാവുന്നത്. ആ രാഹുൽ ഈശ്വർ വീണ്ടും വീണ്ടും പറയണ, താങ്കൾ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ ഇരയെ അപമാനിക്കലാണ്. വേടൻ അത് ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചിട്ടില്ല. അപമാനിച്ചു എന്ന് പറയുന്ന പ്രണയ കാലഘട്ടങ്ങളിൽ അവർ തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂഷൻ അതാണ്. പ്രണയ സമയത്ത് ഉണ്ടാവുന്ന എന്ത് തരം ബന്ധങ്ങളും എന്ത് തരം ലൈംഗിക ബന്ധങ്ങളും എങ്ങനെയാണ് പ്രണയം നഷ്ടപ്പെടുമ്പോൾ പീഡനമായിട്ട് മാറുന്നത്, ഇതാണ് കൺഫ്യൂഷൻസ്. താങ്കളുടെ കേസിൽ അങ്ങനെയൊന്നുമില്ല. താങ്കൾ ആകെ ചെയ്ത കാര്യം എന്തുവാണ്? എങ്ങനെയെങ്കിലും മേരയുടെ ഫോട്ടോ എടുക്കുക, അഡ്രസ്സ് എടുക്കുക, നാട്ടുകാർക്ക് മുഴുവൻ തൻ്റെ വീഡിയോ വഴി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ വാക്കുകൊണ്ട് നാവ് കണ്ട കലബല കലബല കലാബല എന്ന് പറഞ്ഞുകൊണ്ട് തകർത്ത് തരിപ്പണാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്ത കുറ്റം. മനസ്സിലായിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഈശ്വർ ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി മനസ്സിലാവുമോ? അതുമില്ല. ബൈ.